കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. സർവീസ് പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്നത് മാപ്പർഹിക്കാത്ത കുറ്റം. VT ബൽറാം. ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ സർക്കാരിനെ സേവിച്ച സംസ്ഥാന സർവീസ് പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ അവർക്ക് യഥാസമയങ്ങളിൽ നൽകാതെ വാർദ്ധക്യകാലത്ത് അവരെ ദുരിതത്തിലാക്കുന്നത് മാപ്പർഹിക്കാത്ത കുറ്റമാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം പ്രസ്താവിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ ഗവൺമെന്റ് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുള്ളത് സർക്കാരിന് വേണ്ടിയും പൊതുസമൂഹത്തിന് വേണ്ടിയും പതിറ്റാണ്ടുകൾ സേവനം നടത്തി അവസാനം വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നിങ്ങൾ പെൻഷൻകാരോടാണ് എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. അതിന്റെ ഭാഗമായി അതിനെതിരായി നിരവധി പ്രക്ഷോഭങ്ങൾ നമ്മുടെ സംഘടനയ്ക്ക് ഈ കഴിഞ്ഞ നാളുകളിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. 18% കുടിശ്ശികയായിരുന്നു നിങ്ങളുടെ DA, ഇപ്പോഴും അത് 20ആയി. പെൻഷൻകാർക്കും സർക്കാർ ജീവനക്കാർക്കും കൂടി നൽകാൻ ബാക്കിയുള്ള ആനുകൂല്യങ്ങളുടെ ഒരു വലുപ്പം കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അത് കണക്കുകൂട്ടി പറഞ്ഞത് ഏതാണ്ട് 60,000 കോടിയാണ് കേരളത്തിൽ നിന്ന്. 60,000-ഓളം കോടി രൂപയുടെ കുടിശ്ശികയാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായിട്ട് ഈ സർക്കാർ 9 വർഷം കൊണ്ട് ബാക്കി വെച്ചിരിക്കുന്നത്. പെൻഷൻ പരിഷ്കരണം എന്ന് പറയുന്നത് കാലാനുസൃതമായി നടക്കുന്നില്ല. കഴിഞ്ഞ തവണത്തെ പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ഇതുവരെ നൽകിയിട്ടില്ല. മെഡിസെപ്പ് എന്ന് പറയുന്നത് ഈ അടുത്ത ദിവസം പ്രഖ്യാപനം കണ്ട് 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത്. പക്ഷെ അതിന്റെ പ്രയോജനം എത്ര ആശുപത്രികളിലുണ്ട്, ഏതെല്ലാം ചികിത്സകൾ അതിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട്? നേരത്തെ ലിസ്റ്റ് ചെയ്യപ്പെട്ട ആശുപത്രികൾ പോലും അത് ഏറ്റെടുക്കാൻ ഇപ്പോൾ താല്പര്യം കാണിക്കുന്നുണ്ടോ? ഇവിടെ മെഡിസെപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒഴിഞ്ഞു മാറുന്ന അവസ്ഥ പല ആശുപത്രികളിലും നമുക്ക് കാണുന്നു. രാജ്യത്ത് ഇന്ന് കോൺഗ്രസിന്റെ പ്രസക്തി പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് രാജ്യം മുഴുവൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ജനാധിപത്യം അപകടത്തിലാണ് എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന ചർച്ചയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളത് പറഞ്ഞു. രാജ്യത്തെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിശേഷണം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളതാണ്. പക്ഷെ ലോകത്തിലെ പല രാജ്യങ്ങളും ഇന്ത്യയെ ജനാധിപത്യ രാജ്യം, ഡെമോക്രസി എന്ന വാക്ക് വെച്ചുകൊണ്ട് വിശേഷിപ്പിക്കാൻ തയ്യാറാവാതെ മാറിയിട്ട് കഴിഞ്ഞ കുറെ കാലമായി. പല ലോകരാജ്യങ്ങളും ഇന്ത്യയെ ഇന്ന് ജനാധിപത്യം എന്നല്ല വിശേഷിപ്പിക്കുന്നത്, ഡെമോക്രസി എന്നല്ല വിശേഷിപ്പിക്കുന്നത്. അവർ പറയുന്നത് ഇന്ത്യ ഈസ് ജസ്റ്റ് ആൻ ഇലക്ടറൽ ഓട്ടോക്രസി എന്നാണ്. ഇലക്ഷൻ നടക്കുന്ന ഏകാധിപത്യ രാജ്യം, ഇലക്ടറൽ ഓട്ടോക്രസി. പക്ഷെ ഇന്ന് ആ ഇലക്ഷനെ കുറിച്ച് പോലും സംശയങ്ങൾ ഗൗരവതരമായി നിലനിൽക്കുകയാണ്. ഈ വർഷം സംഘടനയിൽ ചേർന്ന പുതിയ അംഗങ്ങളെ ഉപഹാരം നൽകി ആദരിച്ചു. പ്രസിഡന്റ് KP മോഹൻകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ, ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, VD മണികണ്ഠൻ, P മോഹനൻ, A ജ്ഞാനാംബിക, S മായ, ഓമന ഉണ്ണി, U കുഞ്ഞായ്മു, PT തങ്കവേലു, K ശിവദാസൻ, KV രാമചന്ദ്രൻ, VK വാസുദേവൻ, UP രഘുരാജൻ, AK ഗീത, K രാജശ്രീ, VP രാധാകൃഷ്ണൻ, GK ബാബു നാരായണൻ എന്നിവർ സംസാരിച്ചു.